കർത്താവേ കാത്തോളേ. രക്ഷിക്കണേ. വഴി തീർന്നോ? വഴി തീർന്നടാ. എടാ എന്തിനാടാ എന്നെ ഇങ്ങനെ ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു. എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. ഞങ്ങൾ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം മേടിച്ച് കാശും തന്നിട്ടില്ല. ഞങ്ങൾ കുപ്പിയും പാട്ടയും ഇറക്കി വെച്ച കാശ അവിടെ തുടരുത്, അവിടെ വേണ്ട. ഇത് എന്ത് കളിയാ കുട്ടികളെ? കളിയല്ല കാര്യോടി. എന്റെ മുതുകത്തോടെ അത്തളപ്പെത്ര തവളാച്ച് കളിക്കണത് ചുക്കമരിക്കണ ചൂടാപ്പേ പോടാ. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയുടെ ഇടയിലും ഞാൻ പെട്ടുപോയി. നാണല്ലോ സോളമന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കടി വാങ്ങാൻ. മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാൽ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തിരിച്ചങ്ങോട്ടൊന്ന് കൊടുത്താൽ എന്താ? നോ 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 നോ. നമ്മള് തിരിച്ചു ഒന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്ന് കൂടുതൽ അടി കിട്ടും. ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടനായതുകൊണ്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. കുഞ്ഞാടില്ലേ? നിന്റെ അപ്പൻ ഇട്ടിച്ചൻ. ശരാ, ഞാനൊരു സമാധാനപ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു. ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലെ ഇറക്കാത്ത വലിയ കഷ്ട. മരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? മരുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കീരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നാട്ടുകാരെ എനിക്ക് വട്ടാന്നുകൂടി പറയാൻ. ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ. എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ പരിസരം മറന്ന് നിന്ന് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ പോയേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. പിള്ളേർ അതിലല്ലേ പോയത്, നീ ഇതിലെ പോ. എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി നീ. ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തട്ടാ ജാൻസി? നീ ആ ചതി എന്നോട് കാണിച്ചത് എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുന്നിൽ ഇതാ വന്നു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യം പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേനുണ്ടോടാ? ആ, ഇടയ്ക്കിടയ്ക്ക് തോമേട്ടനെ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടില്ലേ? അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടയ്ക്കലത്. അപ്പം വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ എഴുതി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് ഇത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ആണെങ്കിൽ എന്താ ഗ്യാസ് ഒക്കെ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിനുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ 15 രൂപ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാശാ. ഡോക്ടർ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകത എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ. ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് കൊഞ്ചു കുത്തിക്കളി. കൊച്ചൊരു പെട്ടിയെടുത്ത് കൊടുത്തേ. ഒന്നും രണ്ടും അല്ല,
ഈ മാസത്തെ വാടകയും കൂട്ടി 4 മാസം വാടകയായിട്ടാണ് തരാനുള്ളത്. ഓ എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചല ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട ഒഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ പറഞ്ഞു തീർന്നില്ല. ദേ കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട. നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട ഒഴിഞ്ഞ് താക്കോൽ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. ഓ ഈ പ്രായത്തിൽ ഇനി എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നു നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി വേണ്ട, അയാളെ വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പൊ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റമായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവൃത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും. അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്? സോളമാ കുണ്ടുകുഴി റോഡാകുമ്പോ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴി അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കാൻ നോക്കുന്നോ? കർത്താവേ, അളിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരോ? കല്യാണ തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നോ? നല്ല സദ്യ ഉണ്ടായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതി ആയതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പേരെ അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ട ഏതാ കുഴപ്പം? പെട്ടെന്ന് ഭ്രാന്തളകും. അമ്മേ, അമ്മച്ചി, എന്താടാ മേരി എങ്ങോട്ടാ പോയത്? അവള് സിസ്റ്റർ മെർലിറ്റെ കാണാൻ കോൺവെന്റിൽ പോയി. അമ്മച്ചി കോൺവെന്റിലേക്ക് ഒന്ന് വിളിച്ചേ. സിസ്റ്റർ മേരിയുടെ അമ്മച്ചിയാ. മോളവിടെ വന്നിരുന്നോ? അവളവിടെ ചെന്നിട്ടില്ലാന്ന്. എന്താടാ ജോണിച്ചായ, ചതിവ് പറ്റുമെന്നൊരു സംശയം. ആ സോളമനെ രാവിലെ മുതൽ കാണാനില്ല. കവലയിൽ ഒരു ന്യൂസ് വരുന്നിട്ടുണ്ട്, അവൾ ആ സോളമന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ. ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു? ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല? പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല, സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല. താനൊരു കാര്യം ചെയ്യും, ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്കുക. അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ. യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പീലാത്തോസിനെ വിളിച്ചപ്പോ
അവൻ പിന്നെയും കൈ കഴുകി. തട്ടുകടയിലെന്നും പ്ലേറ്റ് കഴുകലാ പണിയുന്നു. എല്ലാം പോട്ടെ, ഉണ്ണീശ ഉണ്ടല്ലോ, വല്ലാണ്ട് വളർന്നു വലുതായി. ഇപ്പൊ 2ാം ക്ലാസ്സിലാ. ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കർത്താവേ, ഹർത്താല്! ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ടത്. ഇന്ന സമയത്ത് ഇനി കണ്ടില്ല, അപ്പൻ എന്നെ കൊല്ലും. ഏത് സമയത്ത്? ബസ് വരുന്നുണ്ട്. ആ കുഞ്ഞാട് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ ജോണിക്കുട്ടി? ഏയ് ഒന്നുമില്ല. അവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആരെ കുറിച്ച്? അല്ല, ഒരു കരക്കമ്പി കേട്ടായിരുന്നു സോളമനെ അവിടുത്തെ കൊച്ചിനെയും കാണാനില്ലാന്ന്. വല്ലവനും പറയുന്നിട്ട് വേണ്ടാതിനും പാടി നടന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീപ്പ് എടുത്ത് ഇങ്ങനെ പരക്കം പായുന്നത്? നിന്റെ അമ്മച്ചിക്ക് സംബന്ധം ആലോചിക്കാൻ അറിയണോടാ. ഗവൺമെന്റ് പോയ പെങ്ങളെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയുന്നേ. അറിയും. ഹർത്താലിൽ പരക്കിയ ആക്രമം. കൊല്ലപ്പെട്ട MS മേനോൻ അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ ഹർത്താലിൽ വ്യാപകമായ കല്ലേറും അക്രമവും. ജോണിക്കുട്ടി, നിങ്ങളുടെ പെങ്ങള്. ബസ് യാത്രക്കാരിയായ യുവതിക്ക് കല്ലേറിൽ ഗുരുതരമായ പരിക്ക്. ആ ദാരുണ ദൃശ്യം കണ്ട് കൂടെയുള്ള സുഹൃത്തായ യുവാവ് കുഴഞ്ഞു വീണു. ജോണിക്കുട്ടി, ഇനി നാട്ടുകാരറിയോന്നുള്ള ചമ്മല് വേണ്ട. ടൗണിൽ ആശുപത്രി ചെന്നാൽ 2നെയും കൈയോടെ പൊക്കാം. എന്നിട്ട് മാന്യമായിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, വണ്ടിയും പോയി. അവരിങ്ങോട്ട് വരണ പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നൂടെ? എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വരാൻ. ജോൺകുട്ടി, വേണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലല്ലേ ജോണിക്കുട്ടി. മോനെ മാറിക്കേ, മാറ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അയ്യോ, കുഞ്ഞിനെ തല്ലാടാ. ഇനി നിന്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ കുടുംബത്തോടെ കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. വാടാ. അപ്പനെന്തിനെ തടയാൻ വന്നേ? അവരെന്നെ തല്ലിച്ച് പോവൂലേ? ഒരു കുർബാന കഴിഞ്ഞ ആളുകൾ പോണ പോലെ കണ്ടാ പോരായിരുന്നോ? ആ സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിട്ടില്ല. ഒന്ന് സഹായിക്കും സാറേ. ഒന്ന് പോടോ. അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എന്താ? അല്ല, ഹൈറ്റ് ഒരു 5'2" കാണായിരിക്കും അല്ലേ? കാണും. ഹാർട്ടുണ്ട്.
അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം. അല്ലേ മേരി? എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. ഓ, എന്താ ലോനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ? എന്നാലും മക്കളുടെ ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടിച്ചാ. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ചൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം 3 പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. ആ ദേപ്പോക്കികൾക്ക് 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ. എടാ നായിന്റെ മോനെ, അയ്യോ എന്തോ നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്. എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്? ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്. കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? 3ാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ. എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ. എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൊടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്. ആ രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്. കൊയർ പ്രാക്ടീസ് പറഞ്ഞു. വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ നിനക്ക് മനസ്സിലായില്ല. തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പാ ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചോ. വാടാ. നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെയാണ് പോയിക്കോളും. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരേ. ഗ്രേറ്റ് മാൻ. ഇത്ര പെട്ടെന്ന് അങ്ങനെ കയറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സർ. താങ്ക് യു. ഇത്രയും നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട അതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി. അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്ന പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി. അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. അമ്മച്ചി അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദൂരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി അപ്പൻ കിണറ്റിലുണ്ട്. അയ്യോ, താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി നീ ചായ പീന്ന വട കൊടുത്തിട്ടോ? എന്നാലും പറഞ്ഞ പോലെ ചെയ്തു. അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? ചേട്ടാ മാറി. അപ്പനെന്താ ഭാരാ? എന്താ? ഞങ്ങളുടെ അപ്പ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയിൽ നിൽക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാറണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല ആരാ? പിടിച്ചോ. പിടിച്ചേറ്റ് പപ്പം താഴെ പോവല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട.
ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റിൽ വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന് നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി? ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞിയും കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിക്കടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ. രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. അയ്യോ, തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പണല്ലോ. സിസിലി, ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. കാര്യം ചേട്ടാ, എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരമായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ? സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിയിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവട്ടെ. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ട് കേൾക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയ ഞാൻ മറന്നുപോയി. 1 മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ നടക്കണേ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കായിരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമാ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ? അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല.
അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നത് അവരായിട്ട് കണ്ടതാ. നിനക്ക് ആരും പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ വേണം. പിടിക്കണവനെ. അങ്ങോട്ട് മാറി നിൽക്കും. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ, കുളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി. വേണ്ട വേണ്ട, എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? ജീവൻ വേണമെങ്കിൽ ജീപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരൊന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഇതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് ഈ മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി നിന്റെ ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീട് അന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്, വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ. ജോസ്മോൻ തിരിച്ചു വന്നു അറിഞ്ഞു. അതേതായാലും നന്നായി. മേരിക്കുട്ടിയുടെ വേവലാതിക്ക് ഒരു അറുതിയായല്ലോ. അല്ല, എവിടെയായിരുന്നു ഇത്രയും കാലം? ആള് ഡെറാഡൂണിലെ കൽക്കരി കമ്പനിയിലായിരുന്നു. പിന്നെ കുറച്ചു കാലം കോണാട്ട് പ്ലേസിലെ വായുകുളിക്കുണ്ടാക്കണ കമ്പനിയില്. അവിടുന്ന് ശമ്പളം പോരാന്ന് പറഞ്ഞ് വായി കയറി വാതുരത്തിൽ വന്നു. അവിടുന്ന് പൂച്ചാക്കല്. പിന്നെ കോടന്നൂര് അമ്മാട് ഊരകം വഴി പീച്ചിടാം. അയ്യോ എന്റെ പൊന്നു സോളമ, ഞാൻ വെറുതെ ചോദിച്ചതാ. ജോസേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചിത്രേസി ചേട്ടത്തിയുടെ മോള് സെലീന. പണ്ട് ആറ്റിലെ ഒഴുക്കിപ്പെട്ടു പോയപ്പോ മോനല്ലേ ഇവളെ രക്ഷിച്ചത്, ഓർക്കുന്നുണ്ടോ നീ? പിന്നെ ഓർമ്മയില്ലാതിരിക്കോ? വലിയ കൂട്ടുകാരനല്ലേ ഇവർ രണ്ടുപേരും. അപ്പൊ ഞങ്ങള് നടക്കട്ടെ. ആളെ ഇഷ്ടായോ? ഉടുപ്പി ഹോട്ടലിലെ പ്രതിമയെ അപ്പാ
എന്താ ഈ ജോസേട്ടൻ ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ദുർബുദ്ധി തോന്നി എപ്പോഴാ തിരിച്ചു പോണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ജോസേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ആത്മക്കാരുടെ ദിവസമായിട്ട് നീ ഒരു നല്ല കാര്യം പറഞ്ഞു. നമുക്ക് ആലോചിക്കാം അല്ലേടി? ഞാനൊന്ന് കുമ്പസരിച്ചിട്ട് വരാം. ഇട്ടിച്ചാന്റെ വീട്ടിലെ അപ്പനപ്പൂപ്പന്മാരെ ഇട്ടിച്ചാന്റെ നല്ല ബുദ്ധി കൊടുത്ത് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരണേ. എന്തിനാണ് വിളിച്ചേ? ജോണി ചായൻ എന്നെ കെട്ടിച്ചുവിടാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിച്ചന്റെ വീട്ടിലെ ആത്മാക്കൾ കൊള്ളാല. പ്രാർത്ഥിച്ചപ്പോ തന്നെ പണിയും തന്നാ. ആത്മാക്കളെ കൊല്ലും ഞാൻ. പറയുന്നത് കേക്ക്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആരും അറിയാതെ നാളെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. രജിസ്റ്റർ മാരേജ്? അതെ, രജിസ്റ്റർ മാരേജ്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിന് ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ, അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്ട്രാഫിന്റെ മുന്നിൽ നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്നത് തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ചിക്കനില്ലേ? ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വെല്ലേട്ടാ, കവലയിലേക്കാണോ? ഞാനുണ്ട്. എന്നെ പള്ളിയുടെ മുന്നിൽ ഇറക്കോ? എന്തേ? ബസ് വന്നാ എങ്ങനെ അതേ കയറി പോവും? ഒരു പെട്ടിയിലാക്കി കയറ്റി വിടട്ടെ. ജോണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ മേരിക്ക് അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചുമ്മാതിരി. ഒരു ഐഡിയ ഉണ്ട്. ജോസേ, സിസിലൊന്നു വന്നേ. വാ. നീ ആ ഷാളൂരാൻ ഈ ഷാളങ്ങോട് കൊടുക്ക. എന്നിട്ട് ഈ ഷാൾ തലവഴിയിട്ട് ആ ജോസിന്റെ സൈക്കിളിൽ പോയിക്കോ. എന്താ? അതെല്ലാം പിന്നെ പറയാം. ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? അത് നമ്മുടെ സോളമന്റെ ചേട്ടായി അല്ലേ? അല്ല, ആളെതിന് പറയോ? അറിയോന്നോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ. നിർത്ത്. നമ്മുടെ സൈക്കിളല്ലേ? മേരി, 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 മേരി. ലോനപ്പ,
സോളമാ വാ. മേരി 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 എന്താണ്ടായേ മേരി എന്താ പറ്റി? ഞാൻ മഴയിൽ നിന്ന് വീണതാ. എന്റെ കർത്താവേ, ഭാഗ്യത്തിന് അയാൾ കൊന്നില്ലല്ലോ. ഏതായാലും കഴിഞ്ഞു. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. കുട്ടി മാനഭംഗത്തിന് ഇരയായെങ്കിലും സോളമൻ കുട്ടി ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കോടാ. അയാൾ അടുത്ത പിന്നെ മാനഭംഗപ്പെടുത്താൻ പോയി കാണും. മിണ്ടായിടോ. നീ പറ, എന്താ ഉണ്ടായത്? ജോണിച്ചാന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങള് സൈക്കിളിൽ വരുമായിരുന്നു. ചതിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? കൊല്ലുന്നിന് ഞാൻ. ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ഹൈറ്റ് വരും? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ പൊക്കം കുറവാ. അല്ല, ഇനി ജോണിക്കുട്ടി അയച്ച ആളായിരിക്കോ? തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്കായി കാണുമല്ലോ ലോനപ്പാ? ഏയ്, കാണോ? എങ്ങനെ അറിയാം? ചിലപ്പോ പറയാൻ പറ്റില്ല. കാണായിരിക്കും. ഏയ് ഇല്ലാതെ കാണോ? അത് ഇച്ഛാനയച്ച ആളൊന്നും അല്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, പോയത് പോയി. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം നിന്ന് കാര്യം നടത്താൻ നോക്ക്. അല്ല, ഞാൻ ആലോചിക്കുമ്പോ എന്ത്, നമ്മളിനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ? തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ? വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതമല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണം നടക്കില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ? നിന്നെ കൊണ്ടല്ലോ, നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് എന്നെ വേണം പറയാൻ. അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്നൊരു പേടിത്തൊണ്ടൻ. നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന ഞാനാ വണ്ടി. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തില ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാനിങ്ങി രജിസ്റ്റർ ചെയ്തൊന്നെങ്ങാണ് പുറത്തിറങ്ങിയ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ എന്നെ അറിയാലോ. സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. വീട്ടിൽ അച്ഛനല്ല കപ്പ്യാരാ. ജോണിക്കുട്ടി ഹാലിളകി സോളമനെ തല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ചേട്ടനും എന്നെയും തമ്മിൽ തെറ്റിയതുകൊണ്ട് ജോസിനെ അനങ്ങാതെ നിൽക്കോ? അവൻ അനങ്ങിയ അതിനെ നേരിടാനുള്ള ഗുണ്ടകളെ കൊണ്ടാ പോയിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ അവിടെ എന്നെങ്ങനെ തല്ലാൻ എന്ത് തൊലിക്കെട്ടിയാണത്? പാതിരാത്രിക്ക് നീ വീട്ടിൽ കയറോല്ലടാ ജോസ്. ചെല്ലടാ. എന്നെ തല്ലാൻ വന്നവനെ തൊട്ടുപോരുത്. എനിക്കാരും സഹായം വേണ്ട. എടാ തല്ലടോ, തല്ലടോ.
നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ കൊല്ലാതെ ഞാൻ അവളെ മറക്കില്ല. കൊല്ലണ നിനക്കൊക്കെ സമാധാനമുണ്ട്. എന്നെ കൊല്ലാതെ ഞാൻ നിന്നെ വിടില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വഷളാകാനാച്ചോ? ഇവന്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായി. ഇപ്പോ ഇവൻ നമ്മുടെ പള്ളിയിലെ കപ്പ്യാരാ. ഇവൻ കപ്പ്യാരായ സ്ഥിതിക്ക് ഈ പ്രശ്നത്തിന് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. മേലിൽ ഇവന്റെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനാ പറയുന്നേ. കാലം കുറയായി ഒരു പ്രണയത്തിന്റെ പ്രശ്നവും പറഞ്ഞ് ഈ അടിയും മഴക്കും തുടങ്ങിയിട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പള്ളിയിലെ കപ്പ്യാരായതുകൊണ്ട് പ്രശ്നം വളരെ രമ്യതയിൽ പരിഹരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവൻ കാരണം ഈ ഇടവകയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പൊന്നും കുരിശ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് സീരിയൽ ഉണ്ടാക്കിയിട്ട് ഇടവകക്കാരെ മുഴുവൻ പറ്റിച്ചു. തല്ലുന്നവന് പോലും നാണമായിട്ട് ഇവന് നാണല്ല. അവൻ പിന്നെ എന്റെ മോളിലെ പിന്നാലെ നടക്കുക. എനിക്ക് നല്ല ഹൃദയവേദനയുണ്ട്. അവര് പിരിയാൻ പറ്റാത്ത വിധം അടുത്തു പോയിട്ട് ചായ തല്ലിയാലും കൊന്നാലും മനസ്സിലുള്ള സ്നേഹം പോവോ? അവിടെ കാര്യം അങ്ങ് നടത്തിക്കൊടുത്താ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. ഇവിടെ കൂടിയിരിക്കുന്നത് ഇവന് സംബന്ധം ആലോചിക്കാനല്ല, ഇവന്റെ ശല്യം തീർക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ എന്നേക്കുമായി തീർക്കാൻ എനിക്കറിയാം. അങ്ങനെ ചെയ്താ പെങ്കൊച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് തോന്നണ്ടോ? അല്ല, അത് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇനി നിർബന്ധിച്ച് വേറെ കെട്ടിച്ചു വിട്ടാലും അതിന്റെ ജീവിത സുഖം ആകും. എന്റെ ജോണിക്കുട്ടി വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞതങ്ങ് നടത്തി കൊടുക്ക്. ഞങ്ങളുടെ ഇടവക്കാരുടെ മുഴുവൻ അഭിപ്രായം അതാ. കേട്ടില്ല ഇട്ടിച്ച? ഇടവക്കാര് മുഴുവൻ സോളമനും മേരിയും തമ്മിലുള്ള ബന്ധത്തെ അനുകൂലിക്കുന്നവരാ. ഇനി നിങ്ങളെ കൂടെ അങ്ങ് സമ്മതിക്കിട്ടിച്ച. സമ്മതിക്കിട്ടിച്ച വാശി കള ഇട്ടിച്ച സമ്മതിക്ക്. പഴയതൊക്കെ അങ്ങ് മറന്നേക്ക്. പിള്ളേര് ജീവിക്കട്ടെ. സമ്മതിക്കുന്നേ. സമ്മതിക്കാം. ഈ കുണ്ടുകുഴി അച്ഛനെയും ഈ ഇടവക്കാരെ മുഴുവനും സാക്ഷി നിർത്തി ഞാൻ പറയാം, എന്റെ മകൾ മേരിയും ഈ സോളമനും തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. അടുത്ത പെരുന്നാളിന് മുമ്പ് സംഭാവന പിരിക്കാതെ ഇടവക്കാരുടെ സ്വപ്നമായ പൊന്നും കുരിശ് ഇവൻ കൊണ്ടുവരണം. എന്താടാ കൈയടിക്കാത്ത? കൈ കൊടിഞ്ഞു പോയാ എന്താ നടക്കോ കപ്പ്യാരേ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. 1.5 ഗ്രാമിന്റെ പൊന്നും കുരിശ് കഴുത്തി തൂക്കാൻ ഗതിയില്ലാത്തവടാ 1.5 കിലോത്തിന്റെ പൊന്നും കുരിശ് കൊണ്ടുവരാൻ പറയുന്നത്. ഇട്ടിച്ചതിന് മോളെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ? ശരിയാ, ഇവനൊരു ഗതിയില്ലാത്തവനാണ്. ഇവനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ എന്റെ കയ്യിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇടവക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും സംഭാവന പിരിക്കാതെ പള്ളിക്കുള്ള പൊന്നും കുരിശ് സ്വന്തം ചെലവിൽ ഈ ടച്ചൻ പള്ളിക്ക് പണിത് കൊടുക്കുന്നു. പക്ഷേ കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടണം. ഈ ഇടവകയിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടല്ലോ ആനപ്പാറ ആനി, പൂക്കളം ജാനകി, പിന്നെ ആ സീതത്തോടിന്റെ പക്കത്ത് അഞ്ഞെളിഞ്ഞ് കിടക്കണ ഒരു പെണ്ണിട്ട് എന്താ ഉള്ള പേര്? മറിയാമ്മ. ഇറങ്ങിയൊക്കെ ഒരുത്തൻ. അങ്ങനെ എന്നേക്കുമായി ഇവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയാൽ ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാം. കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടിയാൽ പള്ളിക്ക് പൊൻകുരിശ് ആലങ്ങാട്ട് ഇട്ടച്ചൻ മുതലാളി വക. ഈ പറഞ്ഞത് നേരാണോ ഇട്ടിച്ചായ? തറവാടിയായ ഇട്ടിച്ചൻ വെറും വാക്ക് പറയാറില്ല. എന്നാ ഇവനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഇടവാക്കാനേറ്റ് അല്ലേ? ഇത്ര എതിർപ്പുണ്ടെങ്കിൽ എന്തിനാ നിനക്ക് അവളെ? അവളോട് പോവാൻ പറ. അവളേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചേരും. എന്റെ പൊന്നു മോനെ, നിന്റെ പ്രേമം കാരണം പള്ളിക്കൊരു പൊന്നും കുരിശ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാടാ. എന്റെ പൊന്നും കുരിശ് സോളമ, നിന്നെ പുണ്യാളനാക്കി വേണ്ടി വന്നാൽ ഞങ്ങൾ ഒരു നൊവേന ചൊല്ലും. എന്നാലും നിങ്ങളൊക്കെ കൂടി ഇത്രയും പെട്ടെന്ന് മറക്കണം. നീ ഒന്നും പറയണ്ട, ഇത് നിന്റെ വിജയമാണ്. നീയാണ് ഇവിടുത്തെ ഹീറോ. നോക്കി നിൽക്കാതെ പോക്ക. സോളമ, നീ വേഗം ഒന്ന് വണ്ടി കയറിയേ. എന്താ? ഒരു അത്യാവശ്യമുണ്ട്, വേഗം വണ്ടി കയറി. അതെ വന്നല്ലോ. സെന്റ് തോമ പോയോ? സെന്റ് തോമ കേരളത്തിൽ പണ്ടേ വന്നു പോയതല്ലേ? അതല്ല, സെന്റ് തോമ ബസ് പോയാന്ന്. അതിപ്പോ വരും. അതെ, നീ ഇവനോട് കാര്യം പറഞ്ഞു. പറയാലോ. പുഞ്ചിരിക്കവല ഇറങ്ങിക്കോ. പുഞ്ചിരിക്കവല ആ ചുരിദാർ കമ്മീസിട്ട് ഇറങ്ങി വരുന്നില്ലേ, അതാണ് പെൺകുട്ടി. പെണ്ണിന്റെ അപ്പനാ ഇത്. മരുത്താക്കർ ജോർജ് ചേട്ടൻ അറിയില്ലേ?
എട്ടിച്ചന്റെ മോളായിട്ടുള്ള കേസ് നോക്കൊരു പ്രശ്നമല്ലെന്ന്. പള്ളിക്ക് പൊന്നും കുരിശ് കിട്ടുന്ന കാര്യമല്ലേ ഒരു പുണ്യപ്രവൃത്തി. നീ ഇതിന് കൂട്ടിക്കുന്നു ഞാൻ കരുതിയില്ല. യൂട്യൂബിലോനപ്പാ എടപ്പാ അതിപ്പാ ഈ എന്തല്ല നിന്റെ ഡൂക്കില് പ്രേമത്തിനേക്കാൾ വലുത് എനിക്ക് പള്ളി മുന്നിയാളോ. അതിനെന്നെ തെറ്റ് പറയരുത്. ഇപ്പൊ നിന്റെ പരട്ട പ്രേമം ഉണ്ടല്ലോ എടവക്കാര് മുഴുവനെതിരാണ്. എല്ലാ ഇട്ടീച്ചന്റെ കുബുദ്ധിയാ. ഞാനിഞ്ഞ് വേറെ പെണ്ണ് കിട്ടിയാലും അയാളെ പള്ളിക്ക് പൊന്നും കുരിശ് തരാൻ പോണില്ല. അതിന് അയാൾ വേറെ എന്തെങ്കിലും ന്യായം കണ്ടുപിടിക്കും. ഇട്ടീച്ചൻ ആള് നാറിയാണെങ്കിലും ഭയങ്കര ഡീസന്റാ. പറഞ്ഞ പോലെ തന്നെ ചെയ്യും. സോളമാ ദേ ഈ പെൺകുട്ടി എങ്ങനെ ഉണ്ട് നോക്കി. കൊള്ളാലോ, സ്വല്പം പല്ല് പൊന്തിട്ടുണ്ട്. അതിപ്പോഴത്തെ ഫാഷനാണല്ലോ. പിന്നെ എന്നാ താൻ കെട്ടിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടി ഇവിടെ ആരും കല്യാണം ആലോചിക്കണ്ട. ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് മേരിയെ തന്നെയായിരിക്കും. ഇടവക പെരുന്നാളിന് മുമ്പ് പള്ളിക്ക് പൊന്നും കുരിശ് ഞാൻ കൊടുക്കും. കേട്ടല്ലോ? കല്യാണ ബ്രോക്കർമാര് വന്നേക്കണു. പൊൻകുരിശേ അതിന് ബൂട്ടാലോട്ട് അടിക്കണം. അതാണെങ്കി ഇപ്പൊ പൂട്ടിയും പോയി. ഇനി ഇവന് എന്ത് ചെയ്യണ്ട സാന്റിയോ പുണ്യാളാ. ആളുകളുടെ വായ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞാണച്ചോ. അല്ലെങ്കിൽ ഇവന്മാരെല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പെണ്ണ് ഇടിച്ചു കളയും. ഇട്ടിച്ച മർമ്മത്ത് തന്നെ അന്നല്ലോ അടിച്ചത് സോളമാ. കുറുക്കനാ ഞാനോ? അല്ല ഇട്ടിച്ചൻ പട്ടിച്ചനാ. പട്ടീന്ന് വിളിച്ചോളൂ. അച്ഛന്ന് ചേർക്കുമ്പോ എനിക്കിട്ട് കൊള്ളുന്ന പോലെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ ഈ കുരുത്തം കെട്ടവനോട് ഇട്ടിച്ചന്റെ മോടെ പിറകെ നടക്കാതെ വേറെ വല്ല പെണ്ണും കെട്ടാൻ പറ. എടാ ഒരു ദൈവകാര്യം വരുമ്പോ അതിനെതിരെ നിന്നാ ദൈവശാപം കിട്ടും നിനക്ക്. മര്യാദയ്ക്ക് വേഗം പെണ്ണ് കെട്ടിക്കോണം. നിനക്ക് വേണമെങ്കിൽ എന്റെ മോളെ കെട്ടിച്ചു തരാം. എന്തിനാ മോളാക്കണേ? ചേർത്തിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഈ അന്തം വിട്ടിട്ട് വെല്ലു വെച്ചിട്ട് ഞാൻ കെട്ടിക്കോളാം. എന്നെ പ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഞാൻ ഈ ഇടവകയിൽ ഓടിയെടുത്ത് കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കെട്ടിന്ന് വരില്ല. അച്ഛനെ പെണ്ണുങ്ങളുടെ വായി നോക്കിയാണ്ട് വരണ്ടോ? നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയുന്ന സാത്താനാ. ഒഴിഞ്ഞു പോ വെള്ളപ്പിശാചുക്കളെ. അടാ ആന വെള്ളം വരെ തീർന്ന് നിങ്ങളൊന്ന് മരിച്ച പോലും ഞാൻ മണിയടിക്കില്ല. ആക്ഷൻ മാത്രമേ കാണിക്കൂ. പേരോടെ കളി. ഞാനിനി എന്താ ചെയ്യേണ്ടെന്ന് അച്ഛൻ തന്നെ പറ. 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഇടവക്കാരെ മുഴുവൻ വെറുപ്പിച്ച് നിനക്ക് നിന്റെ പ്രേമവുമായി മുന്നോട്ട് പോകാം. അപ്പൊ പഴയ പോലെ ജോണിക്കുട്ടി മാത്രമല്ല സ്തുതിയായിരിക്കട്ടെ, ഈ ഇടവകയിലെ മറ്റു പലരും നിനക്കിട്ട് പെരുക്കും. പരിക്കൊന്നും പറ്റാതെ കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ ദൈവികമായി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്. ഭീഷണിയല്ല മകനെ. സ്കൂളിൽ പടാ. നിനക്ക് കൊള്ളാൻ പോകുന്ന ചില സത്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. 2ാമത്തെ മാർഗം വളരെ മഹനീയമാണ്. ഇടവക്കാർക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, സർവോപരി പുണ്യാളന്റെ പൊന്നും കുരിശിന് വേണ്ടി നീ മേരിയെ അങ്ങ് മറക്കുക. പൊന്നും കുരിശെന്ന് കേട്ടപ്പോ അച്ഛനും കാലും മാറിയല്ലേ. ത്യാഗം കൊണ്ടേ വലിയവനാകൂ. ത്യാഗം? എനിക്കിപ്പോ അങ്ങനെ വലിയവനാകണ്ട. സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിന്റെ പറിച്ചു കളയാൻ പറ്റാത്ത ഒരു സാധാരണ കപ്പിയാരാണ് ഞാൻ. അച്ഛോ, കപ്പിയാർ എന്ന വാക്കി തന്നെ ഉണ്ടത്. എന്നതാ? എന്റെ വികാരങ്ങളില്ലാത്ത വികാരി അച്ഛനെ പറഞ്ഞ് മനസ്സിലാവില്ല. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എങ്കിൽ മരണം അതാരുടെ കൈകൊണ്ടാണെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അച്ഛോ